ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് സോൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ള ബിഗോണിയ പ്ലാന്റ്സിനെ കുറിച്ചാണ്. രണ്ട് ബിഗോണിയ പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട് ഞാൻ. ഒന്ന് നല്ല കളർഫുള്ളായിട്ടുള്ള ബിഗോണിയും ഒന്ന് നമ്മുടെ പച്ചയില നല്ല ഭംഗിയുള്ള വേറൊരു ചെടിയും. അപ്പോൾ ഈ രണ്ട് ബിഗോണിയാസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഈ പച്ച ഇലകൾക്ക് എന്ന് പറഞ്ഞാൽ പച്ച ഇലയുള്ളത് കുറച്ച് ബുഷിയായിട്ട് നിൽക്കുന്നതാണ്. മറ്റത് ഞാൻ രണ്ട് ഇല വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ വലുതായി വന്നതേ ഉള്ളൂ. കണ്ടോ, ഇത് ഒരൊറ്റ ചെടിയാണ്. അപ്പോൾ അതിൽ നിന്ന് രണ്ടാമത്തെ ചെടിയും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ആളുടെ അടുത്ത് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് വന്നത്. രണ്ട് ഇല തന്നതാണ് എനിക്ക് ആ ഫ്രണ്ട്. ആ രണ്ട് ഇല വെച്ചിട്ടാണിത് പ്രൊപ്പഗേറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് സംശയമായിരുന്നു ഇതുണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ എന്തോ നന്നായിട്ടതുണ്ടായി. അപ്പോൾ നമുക്കും ഒന്ന് ഈ ഇല വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന് കാണാം. അപ്പോൾ ഈ രണ്ട് ഇല ഞാൻ നല്ലതായിട്ട് മൂത്തിട്ടുള്ള ഇലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇലയും തണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നിടത്തു നിന്നാണ് ഇതിൻ്റെ പൊടിപ്പ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബാക്കി ഇലയുടെ ഭാഗങ്ങളും അതുപോലെ ഈ തണ്ടും ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളയാണ്. ഈ തണ്ട് ഇത്രയും നീളം ആവശ്യമില്ല. ഇത്രയും നീളമാകുമ്പോൾ നമുക്ക് വലിയ ചട്ടിയിൽ വെക്കണം. അതുപോലെ ഈ ഇലയുടെ മറ്റു ഭാഗങ്ങൾ മണ്ണിലൊക്കെ തട്ടുമ്പോൾ അത് അഴുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഴുകി പോവാൻ ഈ ഇല വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ ചീഞ്ഞു പോവും. ഈ പുതിയ ചെടി ഉണ്ടാവുന്നതിന് മുമ്പ് ഈ ഇല അഴുകി പോവാറുണ്ട്. അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇലയുടെ ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നതും അതുപോലെ തണ്ട് ചെറുതാക്കുന്നതും. തണ്ട് ചെറുതാക്കി കഴിയുമ്പോൾ നമുക്ക് ഏത് ചെറിയ ചട്ടിയിലും വെച്ചിട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. മറ്റേത് ആ തണ്ടിൻ്റെ ഫുൾ നമ്മൾ മണ്ണിനടിയിലേക്ക് പോകുന്ന പോലെ വെക്കണം. ഇതാവുമ്പോൾ ജസ്റ്റ് ആ തണ്ടും ഇലയും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വരെ മണ്ണ് തട്ടിയാൽ മതി. അവിടെ നിന്നാണ് അതിന് പുതിയ ചെടി ഉണ്ടായി വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നടുക്കിലെ ഈ ഭാഗത്തുനിന്ന് ചെടി ഉണ്ടാവും. ആ ഒരു ഭാഗം മണ്ണ് തട്ടണം. ഇല മണ്ണിൽ തട്ടിക്കൊള്ളണം എന്നില്ല. തട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്താ വെച്ചാൽ കൂടുതൽ നമ്മൾ നനയ്ക്കി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വെള്ളം നിന്നാൽ അഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇലയുടെ ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ അധികം മണ്ണിൽ തട്ടാതെ അത് നിൽക്കും. പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ആ തണ്ടും ഇലയും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്തു നിന്നാണ് പുതിയ പൊടിപ്പ് വന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇലയും തണ്ടും ഒക്കെ ഒന്ന് ചെറുതാക്കി എടുക്കുന്നത്. ഇത്രയും വേണ്ടു ഇതിന്. ഇനി ഒന്ന് ചെറുതായിട്ട് നനച്ച് കൊടുക്കാം. പിന്നെ അത് നല്ല ഡ്രൈ ആവുമ്പോൾ മാത്രമാണ് നമുക്ക് നനച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുവരെ ഇത് ആ നനവ് നിൽക്കും. ആ നനവിൽ നിന്ന് തന്നെ ആ ചെടി പൊടിച്ചുണ്ടാവുകയും ചെയ്യും. പക്ഷേ ഒരു മാസം സമയമെടുക്കും. ഒരു മാസത്തോളം സമയമെടുത്തിട്ടാണ് ആ പുതിയ ചെടി ഇങ്ങനെ കുഞ്ഞതായിട്ട് ഉണ്ടായി വരുന്നത്. പക്ഷെ അത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും അത് നമുക്ക് കാണുമ്പോൾ. ഈ